ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അനേകം മനുഷ്യർ ജനിച്ചു വീണ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ജനനം ലോകം മുഴുവനും ഒരാഘോഷമാക്കി മാറ്റുന്നു. ഒരനുഗ്രഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി അത് മാറുന്നു. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ജന്മവും അതുപോലെ ജീവിതവുമൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തി ഒരു മനുഷ്യനെ ഇതാ പിടിച്ചിരിക്കുകയാണ് ലോകം. അതിന് കാരണം ആ മനുഷ്യൻ മാംസം ധരിച്ച വചനമാണ്, അഥവാ ദൈവമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ മനുഷ്യരും ദൈവത്തെ തേടുകയാണ്. ദൈവഭക്തന്മാരുണ്ട്, ദൈവത്തെ വ്യാഖ്യാനിക്കുന്ന അനേകം മതങ്ങളുണ്ട്. അതുപോലെ മതങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തു മതവുമുണ്ട്. മതങ്ങൾക്കൊക്കെ പറയുവാൻ ദൈവത്തെക്കുറിച്ചേറെ കാര്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദുർബലനായി തീരുന്ന, ഭയചകിതനായി തീരുന്ന മനുഷ്യൻ പലപ്പോഴും തേടാറുണ്ട് തനിക്കൊരാശ്രയം. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസം രൂപം കൊള്ളുന്നത് പോലും ഇത്തരം ഒരു ആശ്രയ മനോഭാവത്തിൽ നിന്നാണല്ലോ. അങ്ങനെ രൂപം കൊള്ളുന്ന ആ വിശ്വാസം അവനെ ഒരു ദൈവാന്വേഷിയായി, ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ ദൈവാനുഭവം തേടുന്ന മനുഷ്യരാണ്. എവിടെയാണ് ദൈവത്തെ കണ്ടെത്താൻ പറ്റുക? എവിടെയാണ് ഒരു മനുഷ്യന് ദൈവത്തെ സ്വന്തമാക്കാൻ പറ്റുക? എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുക? ഇതൊക്കെ ഇന്ന് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും സുവിശേഷ ശുശ്രൂഷയിലേക്കുമൊക്കെ മനുഷ്യൻ ഓടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നിന്ന് എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അവൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെയും കുറവുകളെയും പോരായ്മകളെയും ഒക്കെ താങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ലഭിക്കുമെന്നൊരു ബോധ്യത്തിലാണ് എല്ലാവരും ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ, ഇത്തരം ചില ഓട്ടങ്ങളിൽ നിരാശപ്പെട്ട് ഒരാധ്യാത്മികമായ ഒരു അലസത, ഒരു മാന്ദ്യം സംഭവിച്ചിട്ടുള്ള അനേകം പേരെ ഈ കാലഘട്ടത്തിൽ എനിക്ക് കണ്ടുമുട്ടാനിടയായി തീർന്നിട്ടുണ്ട്. അവർ പറയാറുണ്ട്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചവരാണ്, ഞങ്ങൾ ഒത്തിരി ദൈവത്തെ വിളിച്ചവരാണ്, പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ദൈവീക അനുഗ്രഹം ലഭിച്ചില്ല എന്ന് വേദനയോടെ പങ്കുവെക്കുന്ന പല മനുഷ്യരെയും കാണുന്നുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് ആധ്യാത്മികത നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു നിരാശ നിഴലിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സത്യത്തിൽ നമ്മൾ ദൈവം മനുഷ്യനായി എവിടെയാണ് പിറക്കുക, എവിടെയാണ് പ്രവേശിക്കുക, ദൈവം എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരിക എന്നത് ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കണം. യൂയാക്കീമിൻ്റെയും ഹന്നായുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു അവർക്ക് മക്കളില്ലാതെ പോയി എന്നുള്ളത്. മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായി, മക്കൾ ജീവിതത്തിലെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പത്തായി കരുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മക്കളില്ലാതെ പോവുക എന്ന് പറയുന്നത് ഒത്തിരി ഒരു വലിയ വേദനയാണ്. ഇവരുടെ ജീവിതത്തിലൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കുറവായി അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ മറ്റു മനുഷ്യരുടെ മുമ്പിൽ അപമാനിതമായി തീർന്നിരിക്കുന്ന ആ മാതൃത്വം, അതാണ് ഹന്നായുടെ ജീവിതം. അങ്ങനെ
സമൂഹ മധ്യത്തിൽ അപമാനിതയായി തീർന്നിരിക്കുന്ന ഹന്ന തൻ്റെ വേദനയുമായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ജീവിക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുന്നില്ല വേദനയുമായി യൂയാക്കീം ജീവിക്കുന്നു. സത്യത്തിൽ വേദനയുടെ ഒരു വല്ലാത്ത പശ്ചാത്തലം, സങ്കടങ്ങളുടെ ഒരു പശ്ചാത്തലം, അപമാനത്തിൻ്റെ ഒരു പശ്ചാത്തലം, അത്തരമൊരു പ്ലാറ്റ്ഫോം നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെയാണ് ഒരു കുഞ്ഞ് പറന്ന് വീഴുന്നത്. അവളുടെ പേര് മറിയമെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഒരു ആൺകുഞ്ഞാണ് അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളൊക്കെ ദൈവം പ്രത്യേകം അനുഗ്രഹിച്ച് നൽകിയവർക്കൊക്കെ ആൺകുട്ടികളെയാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഇതാ പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന് കിട്ടിയ കുഞ്ഞ് ഒരു പെൺകുഞ്ഞായി മാറുന്നു. വേദപുസ്തകത്തിൽ അനുഗ്രഹിച്ച് ലഭിച്ച കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് തന്നെ കാണാൻ സാധിക്കും. സാമുവേൽ, യോഹന്നാൻ സ്നാപകൻ, അങ്ങനെ പലരും. പ്രിയമുള്ളവരെ, ഇവരൊക്കെ ആൺകുട്ടികളായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ബൈബിളിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം ലഭിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മളിവിടെയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈ പെൺകുട്ടിയാണ്, മറിയം എന്ന പെൺകുട്ടിയാണ്. ഇതാ മറിയം എന്ന പെൺകുട്ടി ജനിച്ചു എന്ന് മാത്രമല്ല, അവൾ വളർന്നു. അവർ നേർച്ച അർപ്പിക്കുന്നത് പോലെ ഈ പെൺകുട്ടിയെ ദേവാലയത്തിൽ സമർപ്പിച്ചു, ആ പാരമ്പര്യപ്രകാരം. അങ്ങനെ അവൾ കാഴ്ചയപ്പം ഭക്ഷിച്ച് ദേവാലയത്തിൽ വളർന്നു. പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ദേവാലയത്തിൽ വളർന്നു. പ്രായപൂർത്തിയായപ്പോഴേക്കും അവളെ വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ തീരുമാനമുണ്ടായി. ഓർക്കണം, വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നൊരു പെൺകുട്ടി. എന്നാൽ അവൾക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പുരുഷൻ്റെ പ്രത്യേകത, യൗസേപ്പ് പിതാവ് പ്രായാധിക്യം കൊണ്ട് പ്രായമെത്തിയ ഒരു വ്യക്തി. യൗസേപ്പ് പിതാവ് വൃദ്ധനായൊരു മനുഷ്യൻ. അദ്ദേഹം നീതിമാനാണ്, നല്ലവനാണ്, ദൈവകൃപയുള്ളവനാണ്. പക്ഷേ അദ്ദേഹം വൃദ്ധനാണ്. സത്യത്തിൽ നാം ഓർക്കുക, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ നൊമ്പരം, വേദനയ ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ വേർപാടായിരിക്കാം. അവൾക്ക് ഈ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ 100% ഉറപ്പുണ്ട്, താനൊരു പെൺകുട്ടിയായിരിക്കെ ഇതാ തൻ്റെ നല്ല പ്രായത്തിൽ താനൊരു വിധവയായിത്തീരും. കാരണം യൗസേപ്പ് പിതാവിൻ്റെ പ്രായം എത്രയോ കൂടുതലാണ്. വിവാഹമെന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ചില സ്വപ്നങ്ങളാണ്. അവർക്ക് വിവാഹമെന്ന് പറയുന്നതിന് സ്വപ്നങ്ങൾ ഇതാ കോർത്തിണക്കി അവരുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കന്യാമറിയാമിന് സ്വപ്നങ്ങളല്ല, സാധാരണ മനുഷ്യർക്കുള്ള സ്വപ്നങ്ങളല്ല ഉണ്ടായിരുന്നത്. മറിച്ച് ജീവിതം ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി സ്വന്തം ജീവിതം യൗസേപ്പ് പിതാവിൻ്റെ മുമ്പിൽ കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. യൗസേപ്പും കന്യാമറിയാമും നമ്മളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിന് ശേഷം നടക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കലും അവൾ ഇഷ്ടപ്പെടാത്ത ദുരന്തം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുക എന്ന് പറയുന്നതാണ്. അതന്നും ഇന്നും അങ്ങനെയാണ്. ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില അപ്രിയ സത്യങ്ങളാണത്. ജീവിതത്തിൽ ഒരു കുടുംബത്തിലെ വേദനയ്ക്ക് ഉത്തരമായി ജനിച്ച പെൺകുട്ടി മറിയം. അവൾ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ്, വിശുദ്ധയായി ജീവിക്കുന്ന പെൺകുട്ടിയാണ്. അവളുടെ ജീവിതത്തിൽ മറ്റൊരു ദുരന്തവും കൂടി ഉണ്ടാകുകയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, മാലാഖ ആവശ്യപ്പെടുന്നത്, ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കാത്ത ദുരന്തം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും. പ്രിയമുള്ളവരെ, ഓർക്കുക, ഒരു ഭൗമിക ചിന്തയുള്ള,
സ്വർഗീയമായ ചിന്തകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് അന്നും ഇന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളാണിതൊക്കെ. ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇതാ വാക്ക് മാത്രമല്ല, ആഹ്വാനം മാത്രമല്ല ഉണ്ടായത്, അവളുടെ ജീവിതത്തിലേക്ക് അത് യാഥാർത്ഥ്യമായി വന്നു. അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. അവൾ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഔസേപ്പ് പിതാവ് പോലും ചഞ്ചലചിത്തനായിപ്പോയി. പ്രിയമുള്ളവരെ, ആ വൃദ്ധനായ മനുഷ്യൻ തനിക്ക് വിവാഹ നിശ്ചയം നൽകിയിരിക്കുന്ന പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഇതാ രക്ഷപ്പെട്ടു പോകുവാൻ പരിശ്രമിക്കുന്നു. അങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിലെ കളങ്കം നീക്കാൻ നോക്കുന്ന ഒരു നീതിമാൻ്റെ ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. ഏതായാലും മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മറിയത്തിനെ ചേർത്ത് കൊള്ളുക. അവളുടെ ജീവിതത്തിൽ ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നത് വചനം ആണ്, അഥവാ ദൈവമാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ലോകത്തിലാർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്വർഗീയ രഹസ്യം ഉദരത്തിൽ പേറുകയും ഹൃദയത്തിൽ പേറുകയും ചെയ്തൊരു പെൺകുട്ടി. എന്നാൽ ലോകം അവളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിപൂർണമായ, ആരാലും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്തിനേറെ യൗസേപ്പ് പിതാവിന് പോലും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഒരു രഹസ്യമത്. നമ്മൾ ഓർക്കണം, ഈ കാലഘട്ടത്തിൽ അനേകം പേർ മറ്റുള്ളവരാൽ മനസ്സിലാക്കപ്പെടാതെ വേദനിക്കുന്ന മനുഷ്യരുണ്ട്. ജീവിത പങ്കാളിയാൽ മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന, മക്കളാൽ മനസ്സിലാക്കപ്പെടാതെ മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്നവർ, അധ്യാപകരാലോ അതുപോലെ സഹപ്രവർത്തകരാലോ സഹജീവികളാലോ ശിഷ്യന്മാരാലോ അധികാരികളാലോ ആധ്യാത്മിക ഗുരുക്കന്മാരാലോ മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഹൃദയത്തിൻ്റെ കനലെന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ആരാലും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന തൻ്റെ നിഷ്കളങ്കത, ആരാലും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന തൻ്റെ നിരപരാധിത്വം, അത് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വേദനിച്ച് കരയുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അതിൻ്റെ പ്രതിനിധിയാണ് സത്യത്തിൽ കന്യകമറിയാം. പ്രിയമുള്ളവരെ, ആ കന്യകമറിയാമിൻ്റെ ജീവിതത്തിലേക്കാണ്, അഥവാ ഒരു ദുരന്തത്തെ ഒരനുഗ്രഹമാക്കി ജീവിതത്തിൽ നെഞ്ചോട് ചേർക്കാൻ മനസ്സ് കാണിച്ച് സ്വർഗത്തിലേക്ക് നോക്കി ഇതാ ദാസി എന്ന് പറയുന്ന ഒരു ജീവിതത്തിലേക്കാണ് ക്രിസ്തു അഥവാ ദൈവം ആദ്യമായി പിറവിയെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവം തൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവാന്വേഷിയുടെ ജീവിതത്തിൽ ആദ്യമുണ്ടാകേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കപ്പെടാതെ പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതാ മനസ്സിലാക്കപ്പെടാതെ പോവുക, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതെ പോവുക, തിരിച്ചറിയപ്പെടാതെ പോവുക, ഇത്തരം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരൊക്കെ ഇന്നാകപ്പാടെ വേദനിക്കുകയാണ്. എന്നാൽ ആ അവസ്ഥയെ ഒരനുഗ്രഹമാക്കി നെഞ്ചോട് ചേർക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിന് പറയുന്ന പേര് കൃപയെന്നാണ്. സഹനങ്ങളെ കൃപകളാക്കി മാറ്റാൻ പറ്റുക. ആ ഒരു അനുഭവം ലഭിക്കുന്നവർക്കാണ്, പ്രിയമുള്ളവരെ, യേശുവിനെ, ദൈവത്തെ ജീവിതത്തിൽ പിറവിയെടുക്കാൻ പറ്റുന്ന, അഥവാ ദൈവത്തിന് ജനിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമൊരുക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവും ക്രിസ്മസും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. എന്തിനേറെ ക്രിസ്തുവും ക്രിസ്മസും മാത്രമല്ല, ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ കാര്യമായ ബന്ധമില്ലാത്തൊരു കാലഘട്ടമാണ്. ക്രിസ്തു മതവും ക്രിസ്തുവും തമ്മിൽ ബന്ധമില്ലാത്തൊരു കാലഘട്ടം. ഞാൻ ക്രിസ്തു മതത്തിൽ തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ്. എന്നാൽ ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്. ഞാൻ ഒരു ക്രൈസ്തവനായിരിക്കുന്നത് ക്രിസ്തു മതത്തിലുള്ള എൻ്റെ വിശ്വാസം കൊണ്ടല്ല, ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ പിറവിയെടുക്കണം, എന്നിൽ ജീവിക്കണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേക പശ്ചാത്തലം, ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് കന്യകമറിയാം എന്നാണ്. എന്താണ് കന്യകമറിയാം എന്ന് പറയുന്നത്? സഹനത്തിൻ്റെ അമ്മ, തിരസ്കരണത്തിൻ്റെ അമ്മ, അതുപോലെ മനസ്സിലാക്കപ്പെടാതെ പോയവരുടെ പ്രതിനിധി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ നിന്ന് കന്യകമറിയാമെന്ന ഒരു സ്ത്രീയെ ഉയർത്തി നിർത്തിക്കൊണ്ട് ദൈവം മനുഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട്. മകനെ, നിൻ്റെ മനസ്സ് ഈ മനസ്സോളം വളരണം.
നിൻ്റെ ജീവിതം ഈ ജീവിതത്തോളം വളരണം, എങ്കിലേ എനിക്ക് ഈ ഭൂമിയിൽ നിൻ്റെ ഹൃദയം ഒരു പുൽക്കൂടാക്കാൻ സാധിക്കൂ. എൻ്റെ ഹൃദയം ഒരു പുൽക്കൂടാക്കി മാറ്റാൻ എനിക്ക് സാധിക്കൂ. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ആഘോഷങ്ങൾക്കപ്പുറത്ത്, മതപരമായ ചിന്തകൾക്കപ്പുറത്ത്, അതുപോലെ നാം കാത്തു സൂക്ഷിച്ചു പോരുന്ന പാരമ്പര്യങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം, അത് സഹനങ്ങളുടെ പ്രത്യേക പശ്ചാത്തലത്തിലാണ്. അപ്പോൾ കന്യക മറിയാം എന്ന ഒരു പുത്രിയുടെ ജീവിത പശ്ചാത്തലം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെ സഹന ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിലേക്ക് ക്രിസ്തു വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ അർത്ഥത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികതയെ പരുവപ്പെടുത്തണം. അതിന് പ്രായോഗിക തലത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സഹന മനുഷ്യരായി തീരുമ്പോൾ, മനസ്സിലാക്കപ്പെടാതെ അംഗീകരിക്കപ്പെടാതെ ഒക്കെ പോകുമ്പോൾ, ലോകത്തിൽ ഇങ്ങനെ കുറേ മനുഷ്യർ ഉണ്ട് എന്ന് നമ്മുടെ ഹൃദയം നമ്മളോട് പറയുകയാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യർ, വേദനിക്കുന്ന മനുഷ്യർ, സങ്കടപ്പെടുന്ന മനുഷ്യർ, കരയുന്ന മനുഷ്യർ, ഭക്ഷണം കഴിക്കാനില്ലാത്ത മനുഷ്യർ, ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ, പഠിക്കാൻ പുസ്തകമില്ലാത്ത മനുഷ്യർ, ഇങ്ങനെ വേദനിച്ച് ആരാലും മനസ്സിലാക്കപ്പെടാതെ പോകുന്നവർ, ചുറ്റുപാടും ആഘോഷങ്ങളും അനുഭവങ്ങളും പുത്തിരികളുമൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് അവസരം കിട്ടാതെ പോകുന്ന മനുഷ്യർ, ഇങ്ങനെ ഒത്തിരി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരെക്കുറിച്ചുള്ള നമ്മുടെ ഹൃദയത്തിലെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ജനിക്കാൻ ക്രിസ്തുവിന് അവസരമൊരുക്കി കൊടുക്കാൻ ഇത്തരം ജീവിതങ്ങൾക്കാവും. എങ്ങനെയാണ് ക്രിസ്തു ഒരു ജീവിതത്തിലേക്ക് വരിക? പ്രിയമുള്ളവരെ, അത് ഒരു പുൽക്കൂടിൻ്റെ അനുഭവത്തിലേക്ക് വരണം. പുൽക്കൂടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സത്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവന് ലഭിച്ച വീടാണ് പുൽക്കൂട്. അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവൻ്റെ ജീവിതത്തിലേക്കാണ് ക്രിസ്തു ജനിച്ചു വീഴുക. നമുക്ക് പ്രായോഗിക തലത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെയുണ്ട്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അതൊരു കമ്പോളമായി, ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. എന്തിനേറെ ക്രിസ്മസ് മാത്രമല്ല, പെരുന്നാളുകളും അതുപോലെ ദേവാലയത്തിലെ ദൈവിക കാര്യങ്ങളുടെയും കൂദാശകൾ പോലും ആർഭാടങ്ങളുടെയും ആഘോഷങ്ങളുടെയും അവസരങ്ങളാക്കി മാറിയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വേർതിരിഞ്ഞ് മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ വർഷത്തെ ഞാൻ താമസിക്കുന്ന ഇടത്ത് ഒരു ദേവാലയമുണ്ട്. അത് തൂത്തൂട്ടി ധ്യാന കേന്ദ്രമാണ്. എല്ലാ വർഷവും ആളുകൾ വാശി പിടിക്കാറുണ്ട് വലിയ ആഘോഷങ്ങളോടുകൂടിയുള്ള പെരുന്നാൾ. കുറേയേറെ കാലമായി ആളുകളുടെ മുമ്പിൽ ഞാൻ വാശി പിടിക്കാറുണ്ട്, ആഘോഷങ്ങൾക്കപ്പുറത്ത് ക്രിസ്തു ആഘോഷിക്കപ്പെടണമെന്ന്. പലപ്പോഴും ഇതുമൂലം എന്നെ വെറുത്തവരുണ്ട്, എന്നെ തിരസ്കരിച്ചവരുണ്ട്, എന്നെ മനസ്സിലാക്കാതെ പോയവരുണ്ട്, എന്നിൽ നിന്ന് പിണങ്ങി മാറിപ്പോയവരുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോഴും ഞാൻ വാശി പിടിക്കാറുണ്ട്, ക്രിസ്തുവിനെ ആഘോഷമാക്കി മാറ്റണം. ഈ വർഷം പ്രകൃതി നമ്മെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. പ്രകൃതി തൻ്റെ ചില സ്വഭാവങ്ങൾ പുറത്തെടുത്തപ്പോൾ അതൊരു പ്രളയമായി ഭൂമിയിൽ വന്നു. മറ്റൊരുത്തൻ്റെ ആഹാരവും വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഒഴുകിപ്പോയപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റാത്തവൻ മതം നോക്കിയില്ല, മതാചാരങ്ങൾ നോക്കിയില്ല, അതുപോലെ സഭാ നിയമങ്ങളൊന്നും നോക്കിയില്ല. മറ്റൊരുത്തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എടുത്തു ചാടി. ദേവാലയങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു സമുദായത്തിനോ സമൂഹത്തിനോ ആരാധനയ്ക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ ആലയത്തിലേക്ക് വരിക എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, കോട്ടയത്തിനടുത്തൊരു സംഭവമുണ്ടായി. ഒരു ദേവാലയത്തിൽ ഒരു കുരിശും തൊട്ടി, കന്യകമറിയാമിൻ്റെ നാമത്തിലുള്ളൊരു കുരിശും തൊട്ടിയിലെ വെള്ളം കയറി മാതാവിൻ്റെ ചിത്രം നനഞ്ഞൊലിക്കാൻ പോകുന്നത് കണ്ട ഒരു ഹൈന്ദവനായ മനുഷ്യൻ ഓടിച്ചെന്ന്
ആ കുരിശും തൊട്ടി തുറന്ന് ആ മാതാവിൻ്റെ ചിത്രമെടുത്ത് തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. അവനവിടെ തിരികത്തിച്ചു. ദൈവശാസ്ത്രം അറിയാതെ പോയ മനുഷ്യൻ തങ്ങളുടെ ക്രൈസ്തവ മതത്തിൻ്റെ ശാസ്ത്രമോ ഒരുപക്ഷെ ഹൈന്ദവ മതത്തിൻ്റെ ശാസ്ത്രമോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദൈവത്തോട് നടത്തിയ ദൈവിക സംവിധാനങ്ങളോട് നടത്തിയൊരു പ്രതികരണം ക്രിസ്തുവിൻ്റെ അമ്മയുടെ ചിത്രമെടുത്ത് സ്വന്തം വീട്ടിൽ ഒരു ഹൈന്ദവൻ കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന അനുഭവം, പരസ്പര പങ്കുവെക്കലിൻ്റെ അനുഭവം എത്ര തലത്തിലേക്ക് വളരാൻ പറ്റുമെന്ന് സാധാരണ മനുഷ്യൻ ലോകത്തെ ഒരു സുവിശേഷകനെ പോലെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മളും മാറേണ്ടത്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ മാറണം. എല്ലാ പെരുന്നാളും, ലോകത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ ക്രിസ്മസാണ്. ഈ പെരുന്നാളിലായിരിക്കട്ടെ നമ്മുടെ മാറ്റം. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ പെരുന്നാളിൽ അതിൽ നിന്ന് കിട്ടുന്ന പണമെല്ലാം മാറ്റിവെച്ചിട്ട് നിർധനരായ 2-3 വ്യക്തികൾക്കായി ഭവനം നിർമ്മിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സുവിശേഷം ഉൾക്കൊണ്ട മക്കളെ അറിയിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. 2 കൈ നീട്ടി 2 കൈയും കൊട്ടി അവരതിനെ ആഘോഷിച്ചു. ക്രിസ്തു ആഘോഷിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ചെണ്ടകളില്ലാതെയും ബാൻഡ്യമേളമില്ലാതെയും അതുപോലെ കൊടിതോരണങ്ങൾ കാര്യമായില്ലാതെയും പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ക്രിസ്തുവിൻ്റെ ആഘോഷമായ ഒരു അനുഭവമായി അത് മാറുക തന്നെ ചെയ്തു. അതിൽ നിന്ന് പങ്കുവെച്ച് കിട്ടിയ പണം വളരെ നിർധനരായ ഒരു കുടുംബത്തിന് വേണ്ടി കൊടുക്കുവാൻ മാറ്റിവെക്കപ്പെട്ടപ്പോൾ അറിയാതെ പുൽക്കൂട്ടിലെ ക്രിസ്തു ആഘോഷിക്കപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആയതുകൊണ്ട് എനിക്കെൻ്റെ വ്യക്തിഗത ജീവിതം വഴി നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങളൊരു ക്രിസ്മസിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഒരു ജനനപ്പെരുന്നാളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ആഘോഷം, ആ ആഘോഷത്തിൽ ക്രിസ്തു ആഘോഷിക്കപ്പെടുന്നുണ്ടോ അതോ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് ആയിരിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പുതിയ ചിന്തകൾ കൊണ്ട്, ദൈവരാജ്യത്തിൻ്റെ പുതിയ ചിന്തകൾ കൊണ്ട് നിറയണം. മത ചിന്തകൾക്കപ്പുറത്ത് ക്രിസ്തു എന്ന ദൈവം, ക്രിസ്തു എന്ന മനുഷ്യൻ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തിപരമായി ആഴപ്പെടണം. അവന് ജനിക്കാൻ നമ്മുടെ ഹൃദയം ഒരു ഭവനം പോലെ തുറക്കപ്പെടണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി